സദ്ഗുരുവേ ശരണം. ലൂസ്, ലൂസ്, ലോസ്റ്റ്, ലൂസ്ഡ്, ലൂസൺ, ലൂസെൻഡ്. കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് തലവേദന എടുക്കുന്നുണ്ടാവും അല്ലേ? ഈ വേർഡ്സ് എല്ലാം ഒരു പ്രത്യേക തരം ആൾക്കാരാണ്. നമ്മളെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കി 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 കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഈ വേർഡ്സിന്റെ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും തലചൊറിയാൻ തുടങ്ങും. പക്ഷെ ഇതാണോ അതാണോ, ഇതിലേതാണ് കറക്റ്റ്, പാസ്റ്റ് ടെൻസ് ഏതാണ്? അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വീഡിയോ എടുത്താൽ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. അങ്ങനെ ഞാൻ ഈ വാക്കുകളെല്ലാം എടുത്ത് നിരത്തി വെച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോണ്ടല്ലോ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ കൺഫ്യൂഷൻ എനിക്കും ഇല്ലാതില്ല എന്ന് തന്നെ പറയണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ കുഴപ്പമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ച് എല്ലാം ഒന്ന് നോക്കിയാൽ തീരാവുന്ന കൺഫ്യൂഷനേ ഉള്ളൂ കേട്ടോ. അപ്പം കൺഫ്യൂസ്ഡ് ആക്കുന്നത് കൊണ്ട് നമ്മളങ്ങ് ആദ്യമേ തോറ്റു അല്ലേ? നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പേ തോൽവി സമ്മതിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് ചെറിയ നല്ല സിമ്പിൾ ടെക്നിക്സിലൂടെ നമുക്ക് ഇത് കൺഫ്യൂഷൻ മാറ്റാം. മാത്രമല്ല ഈ വാക്കുകളെല്ലാം പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് സംസാരിക്കാനായിട്ട് എപ്പോഴും ആവശ്യമുള്ള വാക്കുകളാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിൽ പറയത്തില്ലായിരിക്കും. എന്തായാലും ഈ വേർഡ്സിന്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ തീർത്തേക്കാം. എന്ത് പറയുന്നു? സോ ആർ യു റെഡി? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So welcome to English Guru's brand new episode. I'm Ashalada Srijit. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് ഉണ്ട്, 1-on-1 ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്, അഡ്വാൻസ് ഗ്രാമർ, അഡ്വാൻസ് സ്പോക്കൺ ഇംഗ്ലീഷ്, അങ്ങനെ പല രീതിയിൽ ഏറ്റവും ബിഗിനേഴ്സിനുള്ള കോഴ്സ് ഉണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് ലിറ്റററി ഇവൻസിൻ്റെ കോച്ചിങ്, അതായത് ഇംഗ്ലീഷ് പോം റെസിറ്റേഷൻ, എലക്യൂഷൻ, പിന്നെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ, അതായത് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്, അങ്ങനെ നിരവധി ആങ്കറിങ്, അങ്ങനെയുള്ള പല പല കോഴ്സുകളുണ്ട്. ഈ പോസ്റ്റേഴ്സ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഈ നമ്പറിൽ വിളിക്കുക. നമുക്ക് ക്ലാസ്സിൽ വന്ന് സൂപ്പറായിട്ട് പഠിക്കാം. പിന്നെ സയൻസ് ട്യൂഷൻ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ സയൻസ് ട്യൂഷനുണ്ട്. ഇപ്പോൾ 10th CBSE എക്സാം ഒക്കെ, ബോർഡ് എക്സാം വരാൻ പോവാണല്ലോ. അപ്പോൾ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന റിവിഷൻ പാക്കേജ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സയൻസിൻ്റെ ചെയ്യുന്ന പാക്കേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ മാറാൻ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഓരോരുത്തരെ മാത്രം സെപ്പറേറ്റ് പരിചയപ്പെട്ടിട്ട് അത് നല്ലപോലെ പരിചയമായിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന ആരെയെന്നറിയോ? LOOSE. ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഇത് ലൂസ്. അതിപ്പോൾ എന്താ അറിയേണ്ട ആവശ്യമുണ്ടോ? എഴുതി വെച്ചിട്ടില്ലേ എന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് തോന്നും, സ്വാഭാവികം. കണ്ടാൽ തന്നെ നമ്മൾ ലൂസ് എന്ന് വായിക്കും. അത് ഞാനിപ്പോൾ ഇത് എടുത്ത് പറഞ്ഞത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്ത വേർഡ് എടുക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പം എന്തായാലും ഇതിൻ്റെ ക്ലിയർ ആയിട്ട് പറയാം. ലൂസ്, ലൂസ്. ഇതിൻ്റെ അർത്ഥം ടു സെറ്റ് ഫ്രീ, റിലീസ്, അൺടൈ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് വിടുക, അയച്ചു വിടുക, കെട്ടഴിക്കുക. ഇതാണ് ലൂസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? ഇപ്പം കാടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർ പശുക്കളെയും ഒക്കെ മേയാനായിട്ട് കാട്ടിലേക്ക് വിടും. കാനനച്ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചില്ലേ? അതേപോലെ. അപ്പോൾ കാനനച്ചോലയിലേക്ക് മൃഗങ്ങളെ അവർ അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ അഴിച്ചുവിടാറുണ്ട് എന്നെങ്ങനെ പറയും? വിട്ടു എന്നല്ല കേട്ടോ, അഴിച്ചുവിടാറുണ്ട്. വിട്ടു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ അത് വേണ്ട, അഴിച്ചു വിടാറുണ്ട്. They lose the animals into the forest. കാട്ടിലേക്ക് അവർ ആനിമൽസിനെ അഴിച്ചു വിടാറുണ്ട്. അപ്പൊ ആനിമൽസ് കാട്ടിലേക്ക് പോണതും ഈ പാട്ടും ആലോചിച്ചിട്ട് ലൂസിനെ അവിടെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ഒരു വേർഡിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വേർഡ് ഓർക്കാൻ നമ്മൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ സിറ്റുവേഷൻ അകത്ത് ഈ ലൂസ് എന്ന് പറഞ്ഞ ഒരു ആനിമൽ കാട്ടിലേക്ക് പോകുന്നത് പോലെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ലൂസ് എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചിങ്ങനെ വിടുക എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാവും. സെറ്റ് ഫ്രീ. ഓക്കെ, അപ്പം ദേ ലൂസ് ദി ആനിമൽസ് ഇൻ ടു ദി ഫോറസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഡോണ്ട് ലൂസ് ദ റോപ്പ്. ഇപ്പൊ വടംവലി നടക്കുമ്പോൾ
ആ വടം അങ്ങ് വിട്ട് കളഞ്ഞാൽ എന്ത് പറ്റും? ഡോണ്ട് ലൂസ് ദ റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറ് വിട്ട് കളയല്ലേ എന്നാണ്. കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് കളയല്ലേ. ഡോണ്ട് ലൂസ് ദ റോപ്പ്, ഹോൾഡ് ഇറ്റ് ടൈറ്റ്, മുറുക്കി പിടിച്ചോളൂ. ഇനി ഈ ലൂസിന്റെ പാസ്റ്റ് ടെൻസ് ലൂസ്ഡ്. പക്ഷെ ഈ ലൂസ്ഡ് എന്ന് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു കർഷകനുണ്ട്, ആ കർഷകൻ അയാളുടെ പശുക്കളെയൊക്കെ തൊഴുത്തുനിന്ന് അഴിച്ച് വിട്ടു. അതെങ്ങനെ പറയും? ദ ഫാർമർ ലൂസ്ഡ് ദ കൗസ് ഫ്രം ദ ഷെഡ് എന്ന് പറയാം. ലൂസ്ഡ് ദ കൗസ്, അത് അഴിച്ചു വിട്ടു. അതിന് പകരം ഈ അവിടെ ലൂസ്ഡിന് പകരം ദ ഫാർമർ റിലീസ്ഡ് ദ കൗസ് ഫ്രം ദ ഷെഡ് എന്ന് പറയാം. ദ സോൾജേഴ്സ് ലൂസ്ഡ് ദെയർ ആരോസ്. പണ്ടത്തെ യുദ്ധത്തില് സോൾജേഴ്സ്, ഭടന്മാര് അവരുടെ ആരോസ് ഒക്കെ അവരിങ്ങനെ വിടില്ലേ, അപ്പൊ എന്താ പറയാ? ദ സോൾജേഴ്സ് ലൂസ്ഡ് ദെയർ ആരോസ്. അവരങ്ങ് അഴിച്ചു വിട്ടു, അമ്പെയ്തു. അതിന് പകരം ദ സോൾജേഴ്സ് ഷോട്ട് ദെയർ ആരോസ് എന്ന് പറയാം. അപ്പൊ അതായിരിക്കും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്, ഷോട്ട് ദെയർ ആരോസ്. ഇനിയാണ് ഒരാൾ മുടി അഴിച്ചിട്ടു എന്ന് വിചാരിച്ചോളൂ, അപ്പൊ എന്തു പറയും? ഷീ ലൂസ്ഡ് ഹെർ ഹെയർ. ലൂസ്ഡ് ഹെർ ഹെയർ ഇതിവിടെ നോട്ട് ചെയ്ത് വെക്കണേ, കാരണം ഈ വേർഡിനെ കുറിച്ച് എനിക്ക് പിന്നെ പറയാനുണ്ട്. ഷീ ലൂസ്ഡ് ഹെർ ഹെയർ എന്ന് പറഞ്ഞാൽ മുടി കെട്ടങ്ങ് അഴിച്ചു വിട്ടു. അപ്പൊ മുടി അങ്ങ് ഫുൾ അഴിച്ചിട്ടു, ഫ്രീ ആക്കി വിട്ടു എന്നർത്ഥം. ഷീ ലൂസ്ഡ് ഹെർ ഹെയർ. ഇനി അടുത്തത് V3, അതായത് ഇതിന്റെ ഒരു മൂന്നാമത്തെ ഫോം ഉണ്ടല്ലോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അതും ലൂസ്ഡ് തന്നെയാണ്. ലൂസ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഹാസ് ഹാവിന്റെ കൂടെയല്ലേ. അപ്പൊ നോക്കിക്കോളൂ, ഒരു പയ്യൻ കിളിക്കൂടെടുത്ത് കളിച്ച് കളിച്ച് അവൻ അവസാനം ഡോറ് തുറന്നു, ആ കിളിയെ അങ്ങ് അവൻ വിട്ടു. അപ്പൊ എന്ത് പറയും? ഇതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുക നമ്മള്. അപ്പൊ നമ്മൾ വിളിച്ചു പറയാണ്, ഹി ഹാസ് ലൂസ്ഡ് ദ ബേർഡ്. അവൻ ആ ബേർഡിനെ അഴിച്ചു വിട്ടു, തുറന്നു വിട്ടു. അപ്പൊ അവിടെ ഈ ലൂസ്ഡ് ദ ബേർഡ് എന്ന് പറയുമ്പോൾ എന്തോ പോലെ ഇല്ലേ? അതുകൊണ്ട് അത് അങ്ങനെ കറക്റ്റ് ആണെങ്കിലും അത് ഉപയോഗിക്കാതെ അതിന് പകരം ഹി ഹാസ് റിലീസ്ഡ് ദ ബേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹി ഹാസ് സെറ്റ് ദ ബേർഡ് ഫ്രീ, അങ്ങനെയും പറയാം. അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കും. അപ്പൊ ലൂസ്ഡ് എന്നുള്ള ഒരു വേർബായിട്ട് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പൊ മുടിയുടെ കാര്യത്തിലാണെങ്കിൽ ഷീ അൺടൈഡ് ഹെർ ഹെയർ എന്ന് പറഞ്ഞാൽ മതി, കെട്ടഴിച്ചു. ലൂസ്ഡ് ഹെർ ഹെയർ എന്ന് പറയുന്നതിന് പകരം അൺടൈഡ്, അൺടൈ ചെയ്തു, കെട്ട് അഴിച്ചു വിട്ടു, അഴിച്ച് ഇട്ടു മുടി. ഇനി ദേ ഹാവ് ലൂസ്ഡ് ദ കൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പശുക്കളെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഡയറിന്ന് പശുക്കളെല്ലാം നിരയായിട്ട്. ഇവിടെ കറക്റ്റ് നമ്മുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ പശുക്കുട്ടികളൊക്കെ വരും, നമ്മുടെ ശാന്തിഗിരി ഡയറി ഫാമിന്ന് രാവിലെ ഒരു നേരമാകുമ്പോൾ. കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, പക്ഷെ എന്നും ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പറയാം, ഓ ദേ ഹാവ് ലൂസ്ഡ് ദ കൗസ്, അവര് പശുക്കളെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദേ ഹാവ് റിലീസ്ഡ് ദ കൗസ് എന്ന് പറയും. ഇനി ഹാഡിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ആ പയ്യൻ ഇതൊക്കെ അഴിച്ചു വിട്ടു, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേറൊരാളോട് പറയണം, അവൻ അന്ന് ആ കിളിയെ തുറന്നു വിട്ടു. ഹി ഹാഡ് ലൂസ്ഡ് ദ ബേർഡ്. ഇനി നമുക്ക് ലൂസ് എന്ന് പറയുന്ന ഒരു വേർഡ് വേറൊരു രീതിയിലും കൂടെ ഉപയോഗിക്കും. അതായത് ഇതൊരു വേർബേ അല്ലാതെ, അതായത് ഇതൊരു അഡ്ജക്റ്റീവ് ആയിട്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ലൂസ് ആണെന്ന് പറയില്ലേ, അപ്പൊ ഡ്രസ്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വിവരണമാണത്. എൻ്റെ ഡ്രസ്സ് ലൂസാണ്, മൈ ഡ്രസ് ഈസ് ലൂസ്. അപ്പോൾ അവിടെ ലൂസ് എന്ന് പറയുന്നത് ഒരു വേർബാണോ? അല്ല, അഴിച്ചു വിട്ടുന്നൊന്നുമല്ല, അത് അയഞ്ഞിരിക്കുക, ലൂസ് ആണെന്നാണ്. അതൊരു അഡ്ജക്റ്റീവ് ആണ്. യുവർ ബെൽറ്റ് ഇസ് ടു ലൂസ്. നിന്റെ ബെൽറ്റ് ഭയങ്കര ലൂസാണ്, കെട്ടി വെച്ചില്ലെങ്കിൽ പാൻറ് ഇപ്പൊ താഴെ കിടക്കും. യുവർ ബെൽറ്റ് ഇസ് ടു ലൂസ്. മൈ ബാഗ്സ് സ്ട്രാപ്പ് ഇസ് ലൂസ്. എൻ്റെ ബാഗിന്റെ സ്ട്രാപ്പ് ലൂസ് ആണ്. ഐ ഹാവ് ടു റിപ്പയർ ഇറ്റ്. എനിക്കത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഐ ഹാഡ് ടു റിപ്പയർ ഇറ്റ്. അപ്പോ ഇവിടെ ലൂസിന്റെ അർത്ഥം നോട്ട് ടൈറ്റ് എന്നാണ്, ടൈറ്റ് അല്ല. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിന് ചേർന്നാൽ എല്ലാം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിന് ചേർന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ദാ ഈ വേർഡ് നോക്കൂ, LOSE. ഇതെങ്ങനെ പറയും? നിങ്ങളിപ്പോ ഒന്ന് അവിടെ ഈ വേർഡ് ഒന്ന് വായിച്ചോ? എന്താ വായിച്ചത്? എന്താ വായിച്ചതെന്ന് കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ ഞാനിപ്പോ വായിച്ചു തരാം. ലൂസ്. എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ലൂസ്. ഇത് എന്നാ ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്നാണ്, ലൂസ്. അത് നമ്മുടെ ലൂസ് കഴിഞ്ഞു. ഇത് ലൂസ്, അതായത് ഇസഡ് ആണ് അവിടെ അവസാനം നമ്മൾ പറയുന്ന ആ ശബ്ദം ഇസഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് LOSE എന്നാണെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ലൂസ് എന്നാണ്. ഇവിടെ ലൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിസ്പ്ലേസ് ചെയ്യുക, നോട്ട് വിൻ, ജയിക്കാതിരിക്കുക, നോ ലോങ്ങർ ഹാവ് സംതിങ്, നമ്മുടെ കയ്യിൽ എന്തോ നഷ്ടപ്പെടുക. ഇതിനെല്ലാം എന്താ പറയാ? ലൂസ് എന്നാണ്. അപ്പൊ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പറയേണ്ട വേർഡ് എന്താണ്?
ലൂസ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ലൂസിൻ്റെ പാസ്റ്റ് ടെൻസ് അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ലൂസിനെ കുറിച്ച് പഠിക്കാം. അതിന് 2-3 സെന്റൻസ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക്. ഡോണ്ട് ലൂസ് യുവർ കീസ്. താക്കോലെടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു സെന്റൻസ് ആണ്. ഇത് കീസ് ആണ് സൂക്ഷിച്ചേക്കണം, കളയരുത്. ഡോണ്ട് ലൂസ് യുവർ കീസ്. പിന്നെ ദേഷ്യക്കാരായ മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും ഒക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ. ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ. ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും എന്താണ് ഈ ടെമ്പർ? ടെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡാണ്. ഇപ്പം ഗുഡ് ടെമ്പർ ഉണ്ടാവും, ബാഡ് ടെമ്പർ ഉണ്ടാവും, ഷോർട്ട് ടെമ്പർ ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മുടെ മൂഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നല്ല മൂഡ് നിങ്ങൾ കളയരുത്, അത് ദേഷ്യപ്പെടരുത് എന്നർത്ഥം. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് മൈ ജോബ്. അവിടെ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടണമെന്നില്ല. ലൂസ്. ഡോണ്ട് ലൂസ് ഹോപ്പ് യാർ. പ്രതീക്ഷ കൈവിടരുത്. ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. ഇനി നമുക്ക് ലൂസിന്റെ പാസ്റ്റ് ടെൻസ് V2. ലോസ്റ്റ്. ഇപ്പൊ നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ വാലറ്റ് യെസ്റ്റർഡേ. എന്നല്ലേ എൻ്റെ പേഴ്സ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഐ ലോസ്റ്റ് മൈ വാലറ്റ്. അപ്പൊ ലോസ്റ്റ്. അപ്പൊ ലൂസിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമുള്ള ആ ലൂസിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ലോസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് മാത്രം ശ്രദ്ധിക്കാവുള്ളൂ, ആദ്യത്തെ അങ്ങ് വിട്ടേക്കുക. ഫോർ ഫൊഗെറ്റിംഗ് ഇസ് ദ ഫ്രണ്ട് ഓഫ് ലേണിംഗ്. ഞാൻ സ്റ്റഡി ടെക്നിക്സിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ചേർക്കാം. എങ്ങനെ പഠിക്കണം, എല്ലാവരും പഠിക്കുന്നു, പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് നമ്മളാരും പഠിപ്പിക്കാറില്ല. അപ്പോൾ എങ്ങനെ പഠിക്കണം അതിന് കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 4-day വർക്ക്ഷോപ്പാണ്. ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ഷീ ലോസ്റ്റ് ഹർ വാലറ്റ് യെസ്റ്റർഡേ. അവളുടെ വാലറ്റ് അവൾക്ക് ഇന്നലെ നഷ്ടപ്പെട്ടു. അവർക്ക് അവരുടെ പൈസ നഷ്ടപ്പെട്ടു. ദേ ലോസ്റ്റ് ദെയർ മണി. ഇനി ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇംഗ്ലീഷ് ഒരുപാട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാമല്ലോ, ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബാണ് എന്ത്? V3 ഫോം ഓഫ് ദ വേർബ് അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ അതും ലോസ്റ്റ് തന്നെ. ഇപ്പോൾ നമ്മളൊരു ടൂർണമെൻറ്റ് കളിച്ചു, നമ്മൾ അതിനകത്ത് ഔട്ടായി, അല്ലെങ്കിൽ ആ കളിയിൽ നമ്മൾ തോറ്റു. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇൻ്റർവ്യൂവർ വന്ന് ചോദിക്കണം ഹൗ ഡു യു ഫീൽ നോ. ഹൗ ഡു യു ഫീൽ നോ. അപ്പോൾ ഒരു അടി വെച്ച് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു അല്ലേ, തോറ്റിരിക്കുന്ന നമ്മുടെ ഹൗ ഡു യു ഫീൽ നോ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ വളരെ സംയമനം പാലിച്ച് നമ്മൾ പറയും വി ഹാവ് ലോസ്റ്റ് ദ മാച്ച്, സോ വി ആർ ഔട്ട് ഓഫ് ദ ടൂർണമെൻറ്റ്, വി ആർ റിയലി ഡിസപ്പോയിൻറ്റഡ്. ഞങ്ങൾ മാച്ച് ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അങ്ങ് കളിച്ചു കഴിഞ്ഞ് വന്ന് നിൽക്കുന്നുള്ളൂ. അതായത് കഴിഞ്ഞു പോയ കാര്യത്തിന് ഇപ്പോഴും അതിനൊരു റെലവൻസ് ഉണ്ട്. കാരണം എന്താ, ആ മാച്ച് തോറ്റു, ഇപ്പം ടൂർണമെൻറ്റിൽ പുറത്തായി നമ്മളിപ്പോൾ നിൽക്കുവാണല്ലോ. അപ്പോൾ അതൊരു പാസ്റ്റ് പ്രസൻറ്റും കൂടെ ചേരുന്നൊരു സംഗമം. കേട്ടിട്ടില്ലേ? ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ പോലെ ഇത് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് പ്രസന്റ് പെർഫെക്റ്റ്. പാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പാസ്റ്റ് ആണ്, എന്നാൽ പ്രസന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ പ്രസന്റുമാണ്. എന്തോ ഒരു ചൊല്ലില്ലേ, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്ത് എത്തിയതും ഇല്ല, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെയാണ് ഈ പ്രസന്റ് പെർഫെക്റ്റിന്റെ അവസ്ഥ. അപ്പം വി ഹാവ് ലോസ്റ്റ് ദ മാച്ച്, സോ വി ആർ ഔട്ട് ഓഫ് ദ ടൂർണമെന്റ്. നമ്മൾ ടൂർണമെന്റിൽ നിന്ന് പുറത്താണ്. ഇനി മൂന്നാമത്തെ ലൂസൻ. ആക്ച്വലി ഈ ലൂസൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇത് ഈ ആദ്യത്തെ ലൂസ് എന്ന് പറയുന്ന വേർഡിന്റെ V3 ആണോ എന്നൊരു സംശയം പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല കേട്ടോ, അത് ഇതോടുകൂടി മനസ്സിലാക്കി. ലൂസൻ എന്ന് പറയുന്നത് ഒരു വേർബാണ്, അത് V1 ഫോമിലൊരു വേർബാണ്. പക്ഷെ അത് ഭയങ്കര ഒരു പരിപാടിയായിപ്പോയി ഇംഗ്ലീഷുകാർ ചെയ്തത് അല്ലേ. ഈ അവേക്കൺ, സ്പോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് V3 എല്ലാം ഇങ്ങനെ എൻ ചേർത്ത് പല വേർഡ്സും ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സംശയം നമുക്ക് വരുന്നത്. ഗിവൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ടേക്കൺ, അതുപോലെ V3 എല്ലാം ഈ എൻ എന്ന് വരുന്ന ഒരു ടൈപ്പ് ഉള്ളത് കൊണ്ട് ലൂസൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളത് V3 ആണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇത് ലൂസൻ എന്ന് പറയുന്നത് ഒരു V1 ഫോം ഓഫ് ദ വേർബാണ്. ലൂസൻ. അവിടെ ലൂസന്റെ അർത്ഥം എന്താ പറയുക, എന്തെങ്കിലും കാര്യം ലൂസ് ആക്കുക എന്നുള്ളതാണ്, ടൈറ്റ് അല്ലാതാക്കുക. അപ്പൊ അതിനാണ് ലൂസൻ. ഇനി ഈ വേർഡ് മാത്രം ശ്രദ്ധിക്കാവുള്ളൂ, മറ്റേ വേർഡിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേ ചെയ്യരുത്. ഇത് ആദ്യം പഠിക്കുക. ലൂസൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ടൈറ്റ് അല്ലാതാക്കുക, ലൂസ് ആക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരാൾ ടൈ ഒക്കെ കെട്ടി ഇങ്ങനെ വലിച്ചു മുറുക്കും തൂങ്ങിച്ചാവുന്ന ഒരു അവസ്ഥയിൽ ടൈ പിടിച്ച് വലിക്കുന്ന കാണുമ്പോൾ നമുക്ക് പറയാം, ഹേ പ്ലീസ് ലൂസൻ യുവർ ടൈ. നിന്റെ ടൈ ഒന്ന് അയക്കൂ. ഓക്കെ, പ്ലീസ് ലൂസൻ യുവർ ടൈ.
ഇനി ഒരു കുപ്പിയുടെ അടപ്പ് എന്ത് ചെയ്താലും തുറക്കുന്നില്ല. അപ്പൊ നമ്മൾ പിടിവലിയൊക്കെ കഴിഞ്ഞ് ഒരു നിവർത്തിയില്ലാതെ വരുമ്പോൾ നമുക്ക് ഈ ജാറും കൊണ്ട് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഹസ്ബൻഡിനോടോ മക്കളോടോ ഒക്കെ ചോദിക്കാം, ക്യാൻ യു ലൂസൺ ദ ജാർ ലിഡ്? ഈ ജാറിന്റെ ലിഡ് ഒന്ന് തുറന്നു തരാമോ? ഇറ്റ് ഇസ് സ്റ്റക്ക്. ഇതിനെക്കുറിച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിലോ, കുഡ് യു പ്ലീസ് ലൂസൺ ദ ലിഡ്? ഈ ലിഡ് ഒന്ന് തുറന്നു തരാമോ? കുഡ് യു പ്ലീസ് ലൂസൺ ദ ലിഡ്? ഓപ്പൺ എന്നും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ലൂസൺ എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് loosened, ed, loosened. He loosened the screw with a wrench. ഒരു റഞ്ച് വെച്ച് സ്ക്രൂ അയാൾ അയച്ചു, ലൂസൻ ചെയ്തു. ഓക്കെ, ലൂസൻഡ്. അവിടെ റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ നട്ടും ബോൾട്ടൊക്കെ മുറുക്കുകയും അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉപകരണം. അപ്പം അതിൻ്റെ ഒരു മലയാളം വേർഡ് ഞാൻ നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല. അവരിത് തന്നെ വന്ന നട്ട് റഞ്ച് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നട്ടും ബോൾട്ടും അഴിക്കുന്ന ആ ഒരു ടൂളിൻ്റെ മലയാളത്തിലെ പേര്. ഞാനൊരു സ്ഥലത്ത് നോക്കിയപ്പോൾ വില്ല് മുറുക്കിയെന്നാണ് മലയാളത്തിലെ പേര് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല. അതുകൊണ്ട് റെഞ്ച് എന്ന് പറഞ്ഞാൽ നട്ടും ബോൾട്ടും ഊരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ വായ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വലിച്ച് മുറുക്കി അവർ ചിലപ്പോൾ വായ ഇങ്ങനെ പൊളിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അവർ പറയും അത് ഇത്തിരി അയച്ചു പിടിക്കും. അപ്പോൾ the dentist told me to loosen the jaw. ലൂസൻ ചെയ്യാൻ, to loosen എന്ന് പറഞ്ഞാൽ ലൂസൻ ചെയ്യാൻ പറഞ്ഞു. I loosened my jaw. എൻ്റെ ജോ ഞാൻ ലൂസൻ ചെയ്തു, അയച്ചു പിടിച്ചു, ഇത്തിരി മുറുക്കി പിടിക്കാതെ ഒന്ന് ലൂസാക്കി കൊടുത്തു. I loosened my jaw. ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു, പതുക്കെ നമ്മൾ ബെൽറ്റ് ഊരും അല്ലേ. അപ്പം എന്താ പറയുക, I loosened my belt after lunch. ലഞ്ചിന് ശേഷം ഞാൻ എൻ്റെ ബെൽറ്റ് ഒന്ന് അയച്ചു. I loosened my belt after lunch. ഇനി she loosened her hair. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ she loosed her hair എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിവിടെയാണ്. അപ്പോൾ she loosed her hair എന്ന് പറഞ്ഞത് അവൾ മുടി അഴിച്ചിട്ടു എന്നാണ്. അത് ഇവിടെ she loosened her hair എന്ന് പറഞ്ഞാൽ ലൂസാക്കി, അതായത് മുടി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരുന്നത് ഒന്ന് ലൂസാക്കി അയച്ചു കൊടുത്തു. ഇനി ഇതിന്റെ V3യും ലൂസൻഡ് ആണ്, സെയിം ആണ്, ലൂസൻഡ്. ഇപ്പോൾ അമ്മമാരെല്ലാം ഭയങ്കര നിയമം പറയുന്നവരായിരിക്കും. അപ്പൊ ചില ദിവസം അമ്മമാര് ആ നിയമം ഒന്ന് അയച്ചു തരും അല്ലെ. ഇന്ന് കുഴപ്പമില്ല, പോയി കളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം മൈ മദർ ഹാസ് ലൂസൻഡ് ദ റൂൾസ് ഫോർ മീ ടുഡേ. ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി അമ്മ എനിക്ക് കുറച്ച് ഇളവൊക്കെ തന്നിരിക്കുകയാണ്. ഹാസ് ലൂസൻഡ്. അപ്പൊ ഹാസിന്റെയും ഹാവിന്റെയും കൂടെ നമ്മൾ ലൂസൻഡ്. മൈ മദർ ഹാസ് ലൂസൻഡ് ദ റൂൾസ് ഫോർ മീ ടുഡേ. നമ്മൾ ഒരാളെടുത്ത് കയറിങ്ങനെ വലിച്ചു പിടിക്കാൻ പറഞ്ഞു. അയാൾ സംസാരിച്ച് കയർ മുമ്പോട്ട് ലൂസായി വരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് വിളിച്ചു പറയും? യു ഹാവ് ലൂസൻഡ് ദ റോപ്പ് ടു മച്ച്. അങ്ങനെ നമ്മൾ വിജയകരമായി നമ്മുടെ ഈ ഒരു ദൗത്യം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. So see you in the next video. Until then, you take care. Sadguru.